ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ നീട്ടിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ആശ്വാസം കൊണ്ട് കുവൈത്തും GCC രാജ്യങ്ങളും. ഇതോടെ സംഘർഷാവസ്ഥക്ക് അയവ് വരികയും സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മാറുമെന്നുമാണ് പ്രതീക്ഷ. ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടത്താനിരുന്ന ആക്രമണം തൽക്കാലം ഒഴിവാക്കാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും സമാധാന ചർച്ചകൾക്കായി പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഇറാന് കൂടുതൽ സമയം അനുവദിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഫെബ്രുവരി 28-ന് ആരംഭിച്ച US ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് പിറകെ കുവൈത്തും മേഖലയിലെ മറ്റു രാജ്യങ്ങളും ആക്രമണത്തിന് വിധേയമായിരുന്നു. ഈ മാസം 7-ന് പ്രഖ്യാപിച്ച രണ്ടാഴ്ചയിലെ US ഇറാൻ വെടിനിർത്തലോടെയാണ് ഇതിന് താൽക്കാലിക പരിഹാരമായത്. വെടിനിർത്തൽ കാലയളവ് ബുധനാഴ്ച അവസാനിക്കുകയും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടത്താനിരുന്ന ചർച്ച പാളുകയും ചെയ്തതോടെ യുദ്ധം പുനരാരംഭിക്കുമോ എന്ന ഭീതി നിലനിന്നിരുന്നു. വെടിനിർത്തൽ കരാർ നീട്ടിയെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിൽ ഭീതി ഒഴിഞ്ഞ ആശ്വാസത്തിലാണ് മേഖലയിലെ രാജ്യങ്ങൾ. 2 മാസത്തിലേറെ നീണ്ട US ഇസ്രായേൽ ഇറാൻ സംഘർഷം മേഖലയെ മുൾമുനയിൽ നിർത്തിയിരുന്നു. ഇത് വ്യോമഗതാഗതത്തെയും ചരക്കു കൈമാറ്റത്തെയും സാധാരണ ജീവിതത്തെയും താറുമാറാക്കി. വെടിനിർത്തൽ നീട്ടിയതോടെ കുവൈത്ത് വിമാനത്താവളം വൈകാതെ തുറക്കുമെന്നാണ് പ്രതീക്ഷ.